എപ്പിസോഡിന്റെ തുടക്കം നമ്മൾ കണ്ടു നിർത്തിയിടത്ത് നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അവിടെ ഷോൻഷി ഫെങ്ങിനെ കിസ് ചെയ്യുന്നു. ഫെങ് അവളെ അവന്റെ അടുത്ത് നിന്നും പിടിച്ചു മാറ്റാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. അടുത്ത ദിവസം ഷോൻഷിയും ഫെങ്ങും കണ്ണു തുറക്കുമ്പോൾ ഷോൻഷി പെട്ടെന്ന് പുറകിലേക്ക് മാറുന്നു. അപ്പോൾ ഫെങ് അവളോട് ചോദിക്കും, നിനക്ക് ഇന്നലെ ഇത്രയും കിടങ്ങൽ വരാൻ കാരണം എന്താ? ഇത് കേട്ട് നെർവസ് ആയ ഷോൻഷി പറയും, ഇന്നലെ ഞാൻ ഫ്രീസറിന്റെ അടുത്ത് പോയി, അതാ എനിക്ക് കിടങ്ങൽ വരാൻ കാരണം. ഇത് കേട്ട് ഫെങ്ങിന് മനസ്സിലാകും അത് കള്ളമാണെന്ന്. പക്ഷേ അവനപ്പോൾ ഒരു കോൾ വരും. അവൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിറങ്ങും, നീ ലീയുടെ നിന്ന് അകലം പാലിക്കണം. പിന്നീട് ഷോൻഷി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓണർ അവളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് സംസാരിച്ചുകൊണ്ട് അവളെ അവളുടെയും ഫെങ്ങിൻ്റെയും ഫോട്ടോ കാണിക്കുന്നു. ഇത് കണ്ട് അവൾ ചിന്തിക്കാൻ തുടങ്ങും, എൻ്റെ ശരീരം ഇത്രയും തണുത്ത് വരച്ചിട്ടും അവൻ എങ്ങനെ ഇത് സഹിക്കാൻ പറ്റി? ഇത്രയും ഓർത്തുകൊണ്ട് അവൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. ഇത് കാണുന്ന ഓണർ അവളോട് ദേഷിക്കുന്നു. ഒരു നിമിഷം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മാറ്റി വെച്ചാലോ? ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത സീനിൽ ഫെങ് ലീയോട് ഷോൻഷിയിൽ നിന്നും ശ്രദ്ധ മാറ്റി പെയിന്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നു. പക്ഷേ ലീ ആർട്ടിസ്റ്റ് പ്രോഗ്രാം നടക്കാതിരിക്കാൻ വേണ്ടി ഓരോ ഒഴിവുകൾ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഫെങ് അവനുമായി അടികൂടാൻ തുടങ്ങുന്നു. അതേസമയം താഴെ നമ്മൾ ഷോൻഷിയെ കാണുന്നു. അവൾക്ക് ഫെങ്ങിനെ വീണ്ടും തൊട്ടുകൊണ്ട് അവനും അവളെ പോലെ ഒരു ഏലിയൻ ആണോ എന്ന് ഉറപ്പുവരുത്തണമായിരുന്നു. അപ്പോൾ ഫെങ് ദേഷിച്ച് ലീയെ പിടിച്ചുകൊണ്ട് പുറത്തു വരുന്നു. ലീയും ഷോൻഷിയും പരസ്പരം കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. അതേസമയം ഫെങ്ങിനെ തൊട്ടു നോക്കാൻ വേണ്ടി ഷോൻഷി അവനെ മുറുകെ പിടിക്കുന്നു. രക്ഷപ്പെടാൻ അവസരം കിട്ടുന്ന ലീ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഷോൻഷിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഫെങ് അവളെ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തുന്നു. പക്ഷേ അതെല്ലാം ഫെങ്ങിന്റെ ഓഫീസിലെ വർക്കേഴ്സ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോൻഷി അവളുടെ പവേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾക്കതിന് സാധിക്കില്ല. ഫെങ് അവളെ തൊടുമ്പോൾ അവൾക്ക് പവേഴ്സ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നവൾ മനസ്സിലാക്കുന്നു. ഇതറിഞ്ഞ് ഷോൻഷി അവനോട് പറയും, ഒന്നേ നീ എന്റെ ഗ്രഹത്തിൽ നിന്ന് വന്ന ഏജന്റാണ്, അല്ലെങ്കിൽ നിനക്ക് എന്റെ അനൗൺസിയേറ്ററുമായി എന്തോ ബന്ധമുണ്ട്. ഇത് കേട്ട ഫെങ് പറയും, നിന്റെ തലയ്ക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുമല്ല, നീ നിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. നീ ഒരു ഏലിയനാണെന്നല്ലേ പറയുന്നത്? എങ്കിൽ നീ നിന്റെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോ. ഇത്രയും പറഞ്ഞ് ഫെങ് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ഷോഷി വിഷമിച്ച് എവിടേക്കോ പോകുന്നത് കാണുന്നു. അടുത്ത സീനിൽ ഫെങ് അസിസ്റ്റന്റുമായി കാറിലേക്ക് കയറുന്നു. അവനൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫയൽ ചോദിക്കുന്നു. അതിനുള്ളിൽ ഷോഷി കൊണ്ടുവച്ച എഗ്രിമെന്റ് കണ്ട് അവൻ ദേഷിച്ചുകൊണ്ട് പറയും, സെക്യൂരിറ്റിയോട് പറയണം ഇനി ഷോഷി വന്നാൽ അവളെ അകത്തേക്ക് വിടരുതെന്ന്. അതേസമയം ഷോഷി ലീയുടെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചേരുന്നു. ലീ അവളെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. അവളോട് സംസാരിച്ചുകൊണ്ട് അവൻ അവളുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം സീൻ വീണ്ടും സൂവിന്റെ വീട്ടിലേക്ക് എത്തിയ ഫെങ്ങിലേക്ക് വരികയാണ്. കാരണം അവൻ തിരിച്ചറിയുന്നു ലീയുടെ എക്സിബിഷൻ നടത്താൻ സഹായിച്ചത് സൂ ആണെന്ന്. അവൻ അവളോട് നന്ദി പറയുന്നു. എന്നിട്ട് പറയും, ലീ വിജയിച്ചാൽ ഞാൻ നിനക്ക് വലിയ ഒരു റിവാർഡ് തരും. അത് കേട്ട് സൂ പറയും, അഥവാ ലീ ജയിച്ചാൽ എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് കിട്ടും. ഇത് കേട്ട് ഫെങ്ങിന് തോന്നും സൂവിനെ അവന് മുന്നേ അറിയാമായിരുന്നു എന്ന്. പക്ഷേ സൂ പറയും ഇതവരുടെ സെക്കൻഡ് മീറ്റിംഗ് ആണെന്ന്. പിന്നെ നമ്മൾ ഷോൻഷിയെയും ലീയെയും കാണുന്നു. അവിടെ അവൻ ഷോൻഷിയുടെ പെയിന്റിംഗ് ചെയ്തിരുന്നു. പക്ഷേ അത് കാണാൻ ഒരു രസവുമില്ലായിരുന്നു. അതിനുശേഷം അത് നന്നാക്കാൻ എന്ന കാരണം പറഞ്ഞ് ബ്രഷ് എടുത്ത് ഷോൻഷിയുടെ ലിപ്പിൽ പെയിന്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ട് അവൻ ഒരുപാട് സന്തോഷിക്കുന്നു. അടുത്ത സീനിൽ ലീയെ അവന്റെ അമ്മയോടൊപ്പം കാണുന്നു. അവർ പറയുകയാണ്, നീ ഉടനെ തന്നെ കമ്പനിയിൽ പോകാൻ തുടങ്ങണം, ഇല്ലെങ്കിൽ ഫെങ് എല്ലാം സ്വന്തമാക്കും. ഇത് കേട്ട ലീ അവന്റെ അമ്മയോട് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. പക്ഷേ അവന്റെ വാലറ്റ് അവിടെ വീഴുന്നു. അതവന്റെ അമ്മ എടുത്തു നോക്കുമ്പോൾ അതിൽ ലീയുടെയും സൂവിന്റെയും ഫോട്ടോ കാണുന്നു. ഈ കാര്യം അവരുടനെ തന്നെ അവരുടെ സഹോദരനെ വിളിച്ചറിയിക്കുന്നു. പിന്നെ നമ്മൾ ഫെങ്ങിനെ കാണുന്നു. അവന് ലീ വരച്ച ഷോഷിയുടെ പെയിന്റിംഗ് കിട്ടിയിരുന്നു. ഷോഷിയെ ലീയുടെ അടുത്തു നിന്നും മാറ്റി നിർത്താനായി ഫെങ് അസിസ്റ്റന്റിനോട് പറയുന്നു, നാളെ മുതൽ ഷോഷി ഫുഡ് ഡെലിവറി ചെയ്യണം. അടുത്ത ദിവസം ഷോഷി ഡെലിവറി ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഓണർ പറയും, ഫെങ് നമ്മുടെ VIP കസ്റ്റമറാണ്, അതുകൊണ്ട് അവൻ ആഹാരം കഴിച്ച് തീരുന്നത് വരെ നീ അവിടെ നിൽക്കണം. ഷോഷി അത് സമ്മതിക്കുന്നു. അതിനുശേഷം ഓണർ അവൾക്കൊരു 2 വീലർ കൊടുത്തിട്ട് ഡെലിവറി ചെയ്യാൻ പറയുന്നു. പക്ഷേ ഷോഷിക്ക് അത് നന്നായി ഓട്ടിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അവളുടെ എല്ലാ ആഹാരവും ഓടയിൽ വീഴുന്നു. അതേസമയം നമ്മൾ ഫെങ്ങിനെ കാണുന്നു. അവന് ഡെലിവറി ലൊക്കേഷൻ കാണുമ്പോൾ മനസ്സിലാകും ഷോഷി ഒരു സ്ഥലത്ത് 30 മിനിറ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന്. അതുകൊണ്ട് അവൻ വേഗം അവിടെ എത്തുന്നു. പക്ഷേ ഷോഷി ഓടയിൽ ഇറങ്ങിയിരുന്നു. അവൾ പുറത്തു വരുമ്പോൾ ഫെങ്ങിനെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. എന്നിട്ട് അവനോട് പറയും, പ്ലീസ് നീ എനിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യരുത്. പക്ഷേ ഫെങ് അത് സമ്മതിക്കില്ല. പക്ഷേ ഷോഷി പറയും, ഇനിയും 15 മിനിറ്റ് ബാക്കിയുണ്ട്. ഫെങ് അവളെ പിടിച്ചുകൊണ്ട് ഒരു തുണിക്കടയിൽ എത്തുന്നു. കാരണം അവളെ നല്ല നാറ്റമുണ്ടായിരുന്നു. എങ്കിലും ഷോഷി ഇത് വേണ്ട എന്ന് പല പ്രാവശ്യം പറയുന്നു. കാരണം അവൾക്ക് സമയത്ത് ഡെലിവറി ചെയ്യണമായിരുന്നു. പക്ഷേ ഫെങ് നിർബന്ധിച്ച് തുണി വാങ്ങി ഷോപ്പിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തുന്നു. എന്നിട്ട് അവളോട് കുളിക്കാൻ പറയുന്നു. ഒരുപാട് പരിശ്രമിച്ച ശേഷം ഷോഷി കുളിക്കാൻ തയ്യാറാകുന്നു. അവൾ വേഗം കുളിച്ചിറങ്ങി പെട്ടെന്ന് പാക്കേജ് എടുത്ത് ഫെങ്ങിന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഫെങ് അവളെ വഴിയിൽ വെച്ച് കണ്ട് പുറകെ പോകുന്നു. ഷോഷി അവിടെ പെട്ടെന്നെത്താൻ വേണ്ടി സമയം നിർത്തിവെച്ച് മുന്നോട്ട് നടക്കുന്നു. പക്ഷേ ഇത്തവണയും ഫെങ്ങിനൊന്നും സംഭവിക്കില്ല. അവൻ ഇതെല്ലാം കണ്ട് ഷോക്കായി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ റോഡിലേക്ക് ഓടിയെത്തുന്നു.
ഷോഷി ഓടുന്നതും കണ്ട് തടഞ്ഞു നിർത്തുന്നതും അവൾ സ്റ്റില്ലായതുപോലെ അഭിനയിക്കുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ ശ്രദ്ധ മാറ്റി എല്ലാം നേരെയാക്കിയ ശേഷം അവൾ അവിടുന്ന് രക്ഷപ്പെടുന്നു. ഇത് കണ്ട ഫെങ് ഓടി അപ്പാർട്ട്മെന്റിലെത്തുന്നു. അവിടെ ഷോഷി അവനേക്കാൾ മുൻപെത്തി ബാത്റൂമിൽ കയറിയിരുന്നു. അവന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് വഴക്ക് പറയാൻ തുടങ്ങും. അതായത് അവൻ അവള് കുളിക്കുന്നത് കാണണമായിരുന്നു എന്ന്. ഇത് കേട്ട് നെർവസ് ആയ ഫെങ് അവൾക്ക് കാറിന്റെ കീ കൊടുത്തിട്ട് ഇക്കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഷോഷി ഒരുപാട് സന്തോഷിക്കുന്നു. അതിനുശേഷം ഫെങ്ങിനെ ഡോക്ടറിന്റെ കൂടെ കാണുന്നു. അവിടെ നിന്നും മനസ്സിലാകും ഫെങ്ങിന് ഇന്ന് നടന്നതെല്ലാം ഹാലുസിനേഷൻ ആയാണ് തോന്നിയതെന്ന്. ഡോക്ടർ അവനോട് തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറയുന്നു. ഫെങ് ഹാലുസിനേഷനിൽ ഷോഷി മൂവ് ചെയ്തത് കണ്ടു എന്നറിയുന്ന ഡോക്ടർ അവനോട് അവളുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇത് കേട്ട ഫെങ് ഞെട്ടിപ്പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഫെങ് കൊടുത്ത കാറിൽ റെസ്റ്റോറന്റ് ഓണറും ഷോഷിയും കൂടെ ഡെലിവറി ചെയ്യാൻ വരുന്നതാണ്. അവിടെ എത്തി അവർ പറയും, ചിലപ്പോൾ ഫെങ്ങിന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് അവൻ നിനക്ക് കാർ തന്നത്. ഇത് കേട്ട് ഷോഷി തീരുമാനിക്കും, അങ്ങനെയാണെങ്കിൽ ഫെങ്ങിന്റെ കാർ ഞാൻ തിരിച്ചു കൊടുക്കും. ഷോഷി ഫെങ്ങിന്റെ ഓഫീസ് ക്യാബിനിൽ എത്തുമ്പോൾ അവിടെ അവനൊരു വീഡിയോ കോൺഫറൻസ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഫെങ് അവളോട് അവിടെ നിന്നും പോകാൻ പറയുന്നു. പക്ഷേ ഷോഷി അത് കാണാതെ റെസ്റ്റോറന്റ് ഓണർ പറഞ്ഞതെല്ലാം അവിടെ പറയുന്നു. അത് കാരണം ഫെങ് പെട്ടെന്ന് അവന്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു അവൻ അവളെ ഇഷ്ടമല്ല എന്ന്. ഇത് കേട്ട ഷോഷി ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ അവൾക്ക് ഓണർ പറഞ്ഞത് ഓർമ്മ വരുന്നു. അതായത് ഫെങ് കഴിച്ചു തീരുന്നത് വരെ അവിടെ നിൽക്കണമെന്നത്. പക്ഷെ ഫെങ് അപ്പോൾ ആഹാരം കഴിക്കില്ല. അതുകൊണ്ട് അവൾ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കാൻ ശ്രമിക്കും. ഫെങ്ങും അത് തടയില്ല. അവൾ അവന് ആഹാരം കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അവൻ ഒരുപാട് സന്തോഷം തോന്നും. പക്ഷെ പെട്ടെന്ന് അവന്റെ ആരോഗ്യം വല്ലാതെ മോശമാകാൻ തുടങ്ങും. അതേസമയം സൂ വന്ന് അവനെ കാണുന്നു. അവന്റെ അവസ്ഥ കണ്ട് അവൾ ചോദിക്കും, നിനക്ക് സീ ഫുഡ് അലർജി അല്ലേ, എന്തിനാ നീ അത് കഴിച്ചത്? അപ്പോൾ ഫെങ് സൂ എന്ന പേര് വിളിക്കുന്നു. ഇത് കേട്ട അവൾ ചോദിക്കും, നിനക്കെല്ലാം ഓർമ്മ വന്നോ? അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ കാണും. അത് കണ്ട് നമുക്ക് മനസ്സിലാകും സൂവും ഫെങ്ങും മുൻപ് റിലേഷൻഷിപ്പിലായിരുന്നു എന്ന്. അതേസമയം നടന്നുകൊണ്ടിരിക്കുന്ന ഷോഷിക്ക് ഓർമ്മ വരും അവൾ കാറിന്റെ കീ തിരിച്ചു കൊടുത്തില്ല എന്ന്. ഉടനെ അവൾ ഫെങ്ങിന്റെ ക്യാബിനിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ ഫെങ്ങിന്റെ അവസ്ഥ കണ്ട് അവനെ അവൾ മുതുകിലെടുത്ത് പുറത്തോടി എത്തുന്നു. പെട്ടെന്ന് 2 വീലർ എടുത്ത് എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നു. അവന് മരുന്ന് കൊടുക്കുന്നു. ഡോക്ടർ ഷോഷിയെ കണ്ടൊരു സാധാരണ ഡെലിവറി ഗേൾ ആണെന്ന് കരുതി പുറത്താക്കുന്നു. അതിനുശേഷം ഫെങ് എണീക്കുമ്പോൾ അവൻ ഷോഷിയെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാകും ആ കുട്ടി ഷോഷിയായിരുന്നു എന്ന്. അതിനുശേഷം നമ്മൾ ഫെങ്ങിന്റെ അച്ഛനെ കാണുന്നു. അയാൾ ഫോൺ കോൾ വഴി ഫെങ്ങിന്റെ അവസ്ഥ തിരിച്ചറിയുന്നു. അപ്പോൾ സ്റ്റെപ്പ് മദർ പറയും, നമുക്ക് ഫെങ്ങിന്റെ ഫുൾ ചെക്കപ്പ് നടത്തണമെന്ന്. കാരണം ഇതവരുടെ തന്ത്രമായിരുന്നു. എന്തെന്നാൽ ഫെങ്ങിന്റെ അമ്നേഷ്യ കാര്യം തിരക്കാൻ വേണ്ടി. പക്ഷേ അവന്റെ അച്ഛന് ഈ കാര്യം അറിയാത്തതിനാൽ ഇത് സമ്മതിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഷോഷിയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന ഫെങ്ങിനെയാണ് കാണുന്നത്. അപ്പോൾ അവൾ അവിടെ ഫുഡുമായി എത്തുന്നു. എന്നിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഫെങ് അവളെ നോക്കിക്കൊണ്ട് അവന്റെ മുതുക് ചൊറിഞ്ഞു കൊടുക്കാൻ പറയുന്നു. ഇത് കേട്ട് നാണം തോന്നിയ ഷോഷി മുഖം തിരിച്ചു വെച്ച് അവന്റെ മുതുക് ചൊറിഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്തിനാ ഇത്ര നാണിക്കുന്നേ? അപ്പോൾ അവൾ പറയും, ഞാൻ നിന്റെ ബോഡി കാണുമ്പോൾ വല്ലാതെ എക്സൈറ്റഡ് ആകും. അതിനുശേഷം അവിടെ ഡോക്ടർ എത്തുകയും ഷോഷിയെ പുറത്താക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഡോക്ടറിന്റെ കൂടെ വന്ന നേഴ്സ് ഫെങ്ങിന്റെ ഗ്ലൂക്കോസ് ബോട്ടിൽ എന്തോ ഒന്ന് കുത്തിവെക്കുന്നതാണ്. അത് കാരണം ഫെങ്ങിന് ഒരുമാതിരി തോന്നാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവന് ഓർമ്മ വരും ഇത് അവനെ നോക്കുന്ന ഡോക്ടർ അല്ല എന്ന്. ആ ഡോക്ടർ പറയും, എന്നെ നിന്റെ അമ്മയാണ് അയച്ചത്. ഇത്രയും പറഞ്ഞവർ ഫെങ്ങിന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഫെങ് അവരെ ദൂരേക്ക് പിടിച്ചു തള്ളുന്നു. പിന്നെ നമ്മൾ ഷോഷിയെ കാണുന്നു. അവൾക്ക് ഓർമ്മ വരും അവൾ ഫെങ്ങിനോട് ചോദിച്ചതേയില്ല നാളെ കഴിക്കാൻ എന്ത് കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് അവൾ തിരിച്ചു പോകാൻ തുടങ്ങും. അപ്പോൾ ഫെങ്ങിന്റെ റൂമിന് പുറത്ത് അവന്റെ നിലവിളി കേൾക്കും. പക്ഷേ റൂം തുറക്കാൻ നോക്കുമ്പോൾ അത് ലോക്കായിരുന്നു. അങ്ങനെ അവളുടെ പവർ ഉപയോഗിച്ച് അകത്ത് കയറും. ഡോക്ടറിനെ കാണുന്നതും അവൾ ഫെങ്ങിനെ മറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അതിനുശേഷം ഫെങ് ഷോഷിയോട് സോറി പറഞ്ഞ് അവളുടെ തോളിൽ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. കുറച്ചു കഴിഞ്ഞ അടുത്ത സീനിൽ ഷോഷി റെസ്റ്റോറന്റിലെത്തി ഓണറിനോട് ഫെങ്ങിന്റെ അസുഖം നമ്മുടെ ആഹാരത്തിൽ നിന്നും വന്നതാണെന്ന് പറയുന്നു. ഇത് കേട്ട ഓണർ പേടിച്ചു പോകുന്നു. കാരണം ഇത് മീഡിയ അറിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറന്റ് മുഴുവൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഫെങ്ങിന്റെ കൂടെ തന്നെ നിൽക്കണം, എന്നാലേ ഇക്കാര്യം മീഡിയ അറിയാതിരിക്കൂ. അതുകൊണ്ട് ഷോഷി ഹോസ്പിറ്റലിൽ ഫെങ്ങിന്റെ അടുത്ത് എത്തുന്നു. അത് കണ്ട് ഫെങ്ങും സന്തോഷിക്കുന്നു. ഷോഷി അവിടെ കിടന്നുകൊണ്ട് രാത്രി മുഴുവൻ അവനെ നോക്കുന്നു. അവർക്കിടയിൽ സൗഹൃദം തുടങ്ങുകയും അവൾ അവന് അവളുടെ പവേഴ്സ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഫെങ് അവളോട് നന്ദി പറയുന്നു. അടുത്ത ദിവസം നമ്മൾ ലീയെ അവന്റെ ബൈക്കിൽ പോകുന്നത് കാണുന്നു. അപ്പോൾ ഒരു കാർ അവനെ ഫോളോ ചെയ്യുകയും വഴിമുടക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നും സൂ ഇറങ്ങി വരുന്നു. ഇത് കണ്ട ലീ ഞെട്ടി നിൽക്കുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാകും സൂ ഫെങ്ങിന്റെ സൗഹൃദത്തിന് വേണ്ടി ലീയെ അവളുടെ പ്രണയത്തിലാക്കി ചതിക്കുകയായിരുന്നു എന്ന്.
അതേസമയം നമ്മൾ ഫെങ്ങിനെ കാണുന്നു. അവൻ എഴുന്നേൽക്കുമ്പോൾ ഷൂഷി അവന്റെ കട്ടിലിൽ തല കീഴായി കിടന്നുറങ്ങുന്നു. അവൾ സ്വപ്നം കണ്ട് ഫെങ്ങിനെ ചവിട്ടി താഴെയിടുന്നു. അതിനുശേഷം താനെ എണീക്കുന്ന ഷൂഷി ഫെങ്ങിന്റെ കൂടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവളുടെ ഫുൾ ബോഡി ചെക്ക് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ രാത്രി അവർക്കിടയിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഉറപ്പുവരുത്താൻ. ഇത് കാണുന്ന ഫെങ് ചിരിക്കാൻ തുടങ്ങും. അതിനുശേഷം ഫെങ്ങിനൊരു കോൾ വരികയും അവൻ ശാന്തനാവുകയും ചെയ്യുന്നു. പിന്നീട് ഷൂഷിയോട് അവൻ ചോദിക്കും, നിന്റെ അഭിപ്രായത്തിൽ നിന്നെ ഒരാൾ മറന്നുപോയാൽ നിനക്ക് എന്ത് തോന്നും? ഇത് കേട്ട ഷോഷി പറയും, ഞങ്ങളുടെ പ്ലാനറ്റിൽ ആളുകൾ അവരവരുടെ മെമ്മറീസ് ഡേറ്റാ സേവറിൽ സേവ് ആക്കി വെക്കും. അതുകൊണ്ട് ഒരാൾ എപ്പോൾ വരെ മറക്കാതിരിക്കുന്നുവോ അതുവരെ അത് ഡിലീറ്റ് ആകാതെ ഇരിക്കും. അതല്ല, എന്നെ ആരെങ്കിലും ഡിലീറ്റ് ചെയ്താൽ ഞാനും അയാളെ ഡിലീറ്റ് ചെയ്യും. ഇത് കേട്ട ഫെങ് പറയും, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ നിന്റെ അടുത്ത് വന്നില്ലെങ്കിൽ നീ എന്നെയും ഡിലീറ്റ് ആക്കിയേക്കണം. ഇത്രയും പറഞ്ഞ് ഫെങ് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അസിസ്റ്റന്റിനോട് ഫെങ്ങിന് വേണ്ടി മെമ്മറി ബാങ്ക് വാങ്ങാൻ പറയുന്നു. അത് കേട്ട അസിസ്റ്റന്റ് പറയുന്നു, സാറിന് വേണ്ടി അത് മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, പക്ഷേ സാർ അത് ഉപയോഗിക്കാറില്ല. ഫെങ് അവിടേക്ക് പോകാൻ പറയുന്നു. അവിടെ എത്തി ഷോഷിയുടെയും ഫെങ്ങിന്റെയും മെമ്മറീസ് കണ്ട് ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങുന്നു. അത് കേട്ട് നമുക്ക് മനസ്സിലാകും നാളെ വൈകുന്നേരത്തിനുള്ളിൽ മഴയുണ്ടാകും. അതുകൊണ്ട് ഡോക്ടർ അവനോട് വേഗം തന്നെ വേറെ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. കുറച്ചു കഴിഞ്ഞ് ഫെങ് അത് സമ്മതിക്കുന്നു. പിന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സൂവിനെയാണ് കാണുന്നത്. അവൾ മുന്നേ തന്നെ ഫെങ്ങിന്റെ മെമ്മറി ബാങ്കിൽ ഒരു സ്പൈനെ ഏർപ്പാടാക്കിയിരുന്നു. കാരണം അവളുടെ ഡേറ്റാസ് ഡിലീറ്റ് ആവാതിരിക്കാൻ വേണ്ടി. അതേസമയം ഷോഷി അവളുടെ റെസ്റ്റോറൻറ്റിൽ എത്തുന്നു. അപ്പോൾ മനസ്സിലാകും ഓണർ ആ സ്ഥലം വിട്ട് പോവുകയാണെന്ന്. ഫെങ്ങിന്റെ അവസ്ഥ മീഡിയ അറിഞ്ഞതുകൊണ്ട് കട പൂട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതി അവർ ഷോഷിക്ക് കുറച്ച് പൈസ കൊടുത്ത് അവിടെ നിന്നും പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ഷോഷിക്ക് ബോറടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവൾ ഷബ്ബയോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ പറയും, ഫെങ് മീഡിയയോട് എല്ലാ സത്യവും തുറന്നു പറയുമ്പോൾ എല്ലാം ശരിയാവും. ഇത് കേട്ട ഷോഷി പെട്ടെന്ന് ഫെങ്ങിന്റെ അടുത്ത് എത്തുന്നു. ഫെങ്ങിനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് കാരണം അവൻ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നു. ഇത് കാരണം ഷോഷി രാത്രി വരെ അവിടെ അവനെ കാത്തിരിക്കുന്നു. അപ്പോൾ ഷബ്വ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, ഫെങ് നിന്നെ ഇനി സഹായിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. ഇത് കേട്ട ഷോഷി അവിടെ നിന്നും തിരിച്ചു പോകുന്നു. അടുത്ത ദിവസം ഷോഷി എഴുന്നേൽക്കുമ്പോൾ റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ ഒരുപാട് മീഡിയക്കാരും ആൾക്കൂട്ടവും. അവർ റെസ്റ്റോറൻറ്റ് പൂട്ടണമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഷോഷി അവളുടെ ഡ്രസ്സ് ഇട്ട് അവരുടെ മുന്നിൽ ചെന്ന് അവരെയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് പറയും, ഫെങ്ങിന് അവൻ്റെ അലർജി കാരണമാണ് വയ്യാതായത്. പക്ഷേ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അതേസമയം ഈ വാർത്ത ഫെങ് അവൻ്റെ കാറിലിരുന്ന് കാണുന്നു. ഷോഷിയെ ഈ അവസ്ഥയിൽ കണ്ട് അവൻ വേഗം അവിടെ എത്തുന്നു. എല്ലാ റിപ്പോർട്ടേഴ്സും അവൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ ഒരു ക്യാമറാമാൻ്റെ കൈതട്ടി ഷോഷി ഫെങ്ങിൻ്റെ കയ്യിൽ ചെന്ന് വീഴുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.